ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെ 3 കുക്കിംഗ് സെക്ഷനായിട്ടാണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടല്ല. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ. പുട്ട് നമ്മൾ സാധാരണ പുട്ടുപൊടി 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നനച്ച്, ചെറുപയർ കറി ചെറുപയർ വേവിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചിട്ട് സവാളയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ വഴറ്റി അതിലേക്ക് ചേർത്ത് പിന്നെ താളിച്ചിടുകയാണ് സാധാരണ. ബ്രേക്ക്ഫാസ്റ്റിനൂടെ ചായയോ കാപ്പിയോ ഇവിടെ പതിവില്ല. ലഞ്ചിന് തീരുമാനിച്ചിരിക്കുന്നത് ഒരു പരിപ്പ് രസം, പിന്നെ അവിയൽ, പിന്നെ കുറച്ച് നെല്ലിക്ക ഇരിക്കുന്നത്, അതുകൊണ്ട് ഒരു പിക്കിളും. ഇത് 3ആണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം പരിപ്പ് രസം ഉണ്ടാക്കാനായിട്ട് പരിപ്പ് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് പ്രഷർ കുക്കറിൽ. അതും തക്കാളിയും കൂടെ നന്നായി അടിച്ചെടുക്കാം, മിക്സി ജാറിലിട്ട് നന്നായി അടിച്ചെടുക്കാം. ഇനി നമ്മൾ രസം വെക്കാനെടുക്കുന്ന പാത്രം ഏതാണോ ആ പാത്രത്തിലേക്ക് നമ്മൾ ഈ അടിച്ചെടുത്തത് അരിച്ചൊഴിക്കുക. അത് കുറച്ച് ലൂസ് കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് അതിലേക്ക് വെള്ളം ചേർത്ത് അരിക്കുക. അരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അരിക്കുമ്പോൾ തക്കാളിയുടെ വല്ല തൊലി അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അരിച്ച് വരുമ്പോൾ നല്ല തിന്നായിട്ട് കിട്ടുമല്ലോ. രസം എപ്പോഴും നല്ല ലൂസായിട്ടിരിക്കണമല്ലോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരിക്കുക. നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഈ പരിപ്പ് വെള്ളത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കുക. നന്നായി വെട്ടി തിളക്കുന്നത് വരെ തിളപ്പിക്കുക. നന്നായി തിളച്ച് മറിയാനുണ്ട്. ഇതുപോലെ നന്നായി തിളച്ച് മറിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കാം. പുളി ഒഴിച്ചതിന് ശേഷം അതവിടെ കിടന്ന് തിളച്ചോട്ടെ. ഇനി ഇതിൽ വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് ജീരകം, വെളുത്തുള്ളി, കുരുമുളക്. വെളുത്തുള്ളി തൊണ്ട് കളയാണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് 3 കൂടെ നന്നായി ഈ ചതച്ചെടുത്ത് നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് യോജിപ്പിച്ച് അത് തിളച്ചോട്ടെ. പിന്നെ അധികം ഇത് ചേർത്തതിന് ശേഷം അധികം തിളക്കണ്ട. ഒന്ന് തിളച്ച് കഴിയുമ്പം അതിലേക്ക് മല്ലിയില ചേർത്ത് ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ പരിപ്പ് രസത്തിലേക്ക് താളിച്ചിടാനായിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് കായപ്പൊടി. താളിച്ചിട്ടതിന് ശേഷം മൂടി വയ്ക്കുക. പിന്നെ ഇളക്കിയൊന്നും വേണ്ട, മൂടി വയ്ക്കുക. പിന്നെ നമ്മൾ വിളമ്പുന്ന നേരത്ത് ഇളക്കിയെടുത്താൽ മതി. അടുത്തത് അവിയലാണ്. അപ്പോൾ അവിയൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കഷ്ണങ്ങളെന്ന് വെച്ചാൽ ചേന, ക്യാരറ്റ്, പച്ചക്കായ, മുരിങ്ങക്കായ, കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഇത്രയും കഷ്ണങ്ങളാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ അരപ്പിലേക്കായിട്ട് എടുത്തിരിക്കുന്നത് തേങ്ങ, ജീരകം, കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആ അരപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം വെളിച്ചെണ്ണ, അല്പം കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ തൈരും, ആവശ്യത്തിന് തൈരും, അല്പം വെള്ളവും, അതിൻ്റെ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഇളക്കി. ഒരു വിസിൽ വന്നപ്പോഴേക്കും എനിക്ക് പ്രഷർ കുക്കർ ഓഫാക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ വിസിൽ വരുന്നതിന് തൊട്ട് മുന്നായിട്ടാണ് ഓഫാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഷ്ണങ്ങൾ കുറച്ച് വെന്ത് പോയിരുന്നു. പിന്നെ അല്പം വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം വറ്റാൻ വേണ്ടി തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുത്ത്. അത് നന്നായി വറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെ വെളിച്ചെണ്ണയും കൂടെ, പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് മൂടി വെച്ച് അടുത്ത ഐറ്റം നെല്ലിക്ക അച്ചാറാണ്. അതും വളരെ ഈസി മെത്തേഡിലാണ് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് നെല്ലിക്ക ഞാൻ ആവി കയറ്റി വേവിച്ച്
പിന്നെ അതിൻ്റെ കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലെണ്ണയിൽ കടുക് പൊട്ടിച്ച് പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് എരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഞാനിവിടെ പിക്കിൾ പൗഡറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ആ പിക്കിൾ പൗഡർ ഇടുക. അപ്പോൾ പിക്കിൾ പൗഡർ ഇടുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ചിടുക, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ച് അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്ക കഷ്ണങ്ങളുണ്ടല്ലോ അതിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി യോജിപ്പിച്ച് അല്പനേരം കുക്ക് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനീഗർ ഒഴിക്കണം എന്തിനാണെന്ന് വെച്ചാൽ അച്ചാറൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. വിനീഗർ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ പിക്കിൾ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. പിക്കിൾ ശരിക്കും 2-3 ദിവസം ഇരുന്ന് കഴിഞ്ഞാലേ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് ആ ടേസ്റ്റ് വരുള്ളൂ. നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ലഞ്ചിന് എന്തൊക്കെയാണ്? ചോറ്, അവിയൽ, പരിപ്പ് രസം, പിന്നെ പിക്കിള്. എന്തായാലും എടുക്കാനായിട്ടില്ലെങ്കിലും ഇപ്പം എന്തായാലും എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിഞ്ഞ്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരു ദിവസത്തെയാണ് കേട്ടോ. അടുത്ത ഡിന്നർ കാണിക്കുന്നത് അടുത്ത ദിവസത്തെയാണ്. ഡിന്നറിന് ചപ്പാത്തിക്കായിട്ട് ചപ്പാത്തി മാവ് ഞാനൊരു ഈസി മെത്തേഡിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. മിക്സി ജാറിൽ മാവ് കുഴച്ചെടുക്കുന്നത്. അതായത് 1 കപ്പ് ഗോതമ്പ് മാവിന് 1/2 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, അല്പം ഓയിൽ, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഞാനെടുത്തപ്പോൾ അല്പം വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്പം പൊടി വീണ്ടും ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് മാവ് കിട്ടും. ചപ്പാത്തിക്ക് ദാൽ കറി ഉണ്ടാക്കിയാണ്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള പരിപ്പ് കഴുകി പ്രഷർ കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കും. പിന്നെ പരിപ്പ് കറിക്ക് വേണ്ടത് സവാള, പച്ചമുളക്, ഇഞ്ചി, തക്കാളി ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാം. സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ വഴറ്റിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതും കൂടെ ചേർത്തിട്ട് നമ്മൾ വേവിച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആ പാകത്തിനാക്കി എടുക്കും. പിന്നെ ഒരു സൈഡ് ഡിഷായിട്ട് നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടാണ്. വഴുതനങ്ങ കനം കുറച്ച് അരിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്ര മാത്രം ഇതെല്ലാം കൂടെ ചേർത്തൊന്ന്, കുറച്ച് കുരുമുളക് പൊടി കേട്ടോ, അതും കൂടെ ചേർത്തൊന്ന് കുഴച്ച് വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അതും ചെയ്യുന്നുണ്ട്. പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി അതിലേക്ക് താളിച്ചിടാനായിട്ട് കടുക്, ജീരകം, വെളുത്തുള്ളി ഇത് 3ഉം ചേർക്കുന്നുണ്ട് കേട്ടോ. വറ്റൽമുളകും വേണമെങ്കിൽ ചേർക്കാം. വെളുത്തുള്ളി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാക്കും. നമ്മൾ പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വെളുത്തുള്ളിയും കൂടി ലാസ്റ്റ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് മല്ലിയിലയും കൂടെ തൂവി കൊടുക്കാം. നമ്മുടെ ബ്രിഞ്ചോൾ ഫ്രൈയും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചോറ് വെച്ചിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഡിന്നറിൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ. പിന്നെ ചപ്പാത്തി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അങ്ങനെ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ഡിന്നറിന് എന്തൊക്കെയാണുള്ളതെന്ന് വെച്ചാൽ ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്, പരിപ്പ് കറി ഉണ്ട്, വഴുതനങ്ങ ഫ്രൈ, മാങ്ങച്ചാറ്, പിന്നെ കായം മെഴുക്ക് പുരട്ടി, അത് ഉച്ചക്കലത്തെ കറിയാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ